ഹലോ ഗൈസ്, നമ്മൾ ഇന്ന് ഒമേഗയിൽ ചെയ്യാൻ പോകുന്ന ഒരു കുസൃതി ചോദ്യങ്ങളായിട്ടാണ്. എന്ന് പറഞ്ഞാൽ 5 എണ്ണം ഞാൻ ആകെ എഴുതിയിട്ടുള്ളൂ. ഒരു പേപ്പറിലുള്ള 5 എണ്ണം, കൂടുതലില്ല കുറവില്ല. 5 ക്വസ്റ്റ്യൻസ് ഞാൻ ചോദിക്കുമ്പോൾ 5-ന് ഉത്തരം പറയണവര് 5-ന് ഉത്തരം പറയണവർക്ക് നമ്മൾ 100 രൂപ ജീപ്പ് ചെയ്ത് കൊടുക്കും. പെൺകുട്ടികൾ ചിരിക്കുമ്പോൾ വാ പൊത്തുന്നത് എന്തുകൊണ്ട്? കൈകൊണ്ട് അറിയാലേ? സെറ്റ് സെറ്റ്. താമസിക്കാൻ പറ്റാത്ത വീട്. ചീവീട്. യ്യോ. ക്വസ്റ്റ്യൻ മാത്രം നിങ്ങളുടെ 10 പോയി നിങ്ങൾ പാസ്സായെന്ന് നിങ്ങൾക്ക് കിട്ടുമെന്നറിയില്ല. നോക്കി നോക്ക്. ജിയോമെട്രി ക്ലാസ്സിൽ കണക്ക് മാഷിനെ സഹായിക്കുന്ന 2 പെൺകുട്ടികളുടെ പേര്. ജിയോമെട്രി ക്ലാസ്സിൽ എങ്ങനെ കണക്ക് മാഷ് വരുന്നേ? ജിയോമെട്രിയിലൊക്കെ പറ്റതല്ലേ ഈ സംഭവം? കോണൊക്കെ വെച്ചിട്ടാണ്. ആ പെണ്ണിന്റെ ഓരോ പെണ്ണുങ്ങളെ പേരേക്കാരം പ്രൊട്ടക്ടർ, അങ്ങനത്തെ ഓരോ പേരേക്കാരം. അതൊക്കെ ശരിയായ വയസ്സിട്ടൂലേ? ഇല്ല, നമ്മളൊന്നും മിസ്സാക്കിയില്ല ഫസ്റ്റത്തെ. A few moments later. 2000 years later. ലൈവ് ഒന്നും അല്ലല്ലോ ജി. അല്ല, സ്ട്രീമിംഗ്. ഏറ്റവും കൂടുതൽ ആളുകൾ താമസിക്കുന്ന വനം. Moments later. കുസൃതി ചോദ്യമാണോ അതോ? അതെ അതെ, കുസൃതി. 2000 years later. സിമ്പിൾ ആണ് ആൻസർ. അതിന്റെ ആൻസർ സിമ്പിൾ ആണ്. സിമ്പിൾ ആണ്. കിട്ടുന്നില്ല. ഇല്ല, ഭവനം. ഓ, അതെങ്ങനെ? ഏറ്റവും കൂടുതൽ ആളുകൾ എങ്ങനെ താമസിക്കുന്നത്? അല്ല, ഏറ്റവും കൂടുതൽ ആൾക്കാർ താമസിക്കുന്ന വനം, ഭവനം. എല്ലാരും ഒരുമിച്ച് താമസിക്കണ കാര്യമില്ല. അങ്ങനെ മനസ്സിലായി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ധാരാളം ആളുകൾ കൂടുന്ന ഒരു ഇംഗ്ലീഷ് അക്ഷരം ഏതാണ്? Few moments later. ധാരാളം ആളുകൾ കൂടുന്ന അക്ഷരം. 2000 years later. അറിയില്ല. ക്യൂ ഇല്ലേ? ക്യൂ. പെൺകുട്ടികൾ ചിരിക്കുമ്പോൾ വാ പൊത്തുന്നത് എന്തുകൊണ്ട്? എന്തുകൊണ്ട്? കൈ കൊണ്ട്. അത് മാസായി. ഏറ്റവും കൂടുതൽ ആളുകൾ താമസിക്കുന്ന വനം. വനോ? ഏറ്റവും കൂടുതൽ ആളുകൾ താമസിക്കുന്ന വനം. ഐഡിയ. ഭവനം. ധാരാളം ആളുകൾ കൂടുന്ന ഒരു ഇംഗ്ലീഷ് അക്ഷരം ഏതാണ്? ധാരാളം ആളുകൾ കൂടുന്ന ഒരു ഇംഗ്ലീഷ് അക്ഷരം. അതെ. ക്യൂ. അറിയാലേ? പെൺകുട്ടികൾ ചിരിക്കുമ്പോ വാ പൊത്തുന്നത് എന്തുകൊണ്ട്? കൈ കൊണ്ട്. പറ്റാത്ത വീട്. ചീവീട്. ജിയോമെട്രി ക്ലാസ്സിൽ കണക്ക് മാഷിനെ സഹായിക്കുന്ന 2 പെൺകുട്ടികൾ ആരല്ല? Few moments later. അതറിയില്ല. ബിന്ദു, രേഖ. ഏറ്റവും കൂടുതൽ ആൾക്കാർ കൂടുന്ന അക്ഷരം. റെക്കോർഡാണോ? റെക്കോർഡാണ്. പണി ചെയ്തിട്ട് ഉറങ്ങും. എന്ത് സാറ്റിക്കണ്? ഞാനൊന്നും അങ്ങനെ ഇടാറില്ല. ഞാൻ ചുമ്മാ വീഡിയോ അപ്ലോഡ് ചെയ്തിടും. വരവില് കാണാം. ഉറങ്ങാൻ അവിടെ ഹായ്. ബ്രോ, ഒരു കാര്യം കാണിക്കട്ടെ, ഒരു മാജിക് കാണിക്കട്ടെ. 5 പേരിലല്ലേ ബ്രോ? കണ്ണടച്ചേ. കണ്ണടക്കി. കൈ ഇങ്ങനെ വെച്ചിട്ട് കണ്ണടക്കി. സ്കിപ്പ് അടിച്ച് പോകാനാണോ? കണ്ണടക്കി. മാജിക്കാ. കയ്യിലൊന്നും ഇല്ല, പ്ലെയിൻ കൈയാണ്.
റിങ്ങൊന്നുമില്ല. കണ്ണടക്കണ്ടേ? അടച്ചോ അടച്ചോ? തുറന്നോ ബ്രോ? അത് ശരി. ഹായ് ബ്രോ, ഹായ്. പാട്ടുകാരനാണോ? പാട്ടല്ല, ഗിറ്റാർ. എന്തേലും മാസ്റ്റർ പീസ് ആണെന്നുണ്ടെങ്കിൽ ഒന്ന് കാണിക്കോ? മാസ്റ്റർ പീസ് ഒന്നുമില്ല, നമ്മളിങ്ങനെ പഠിച്ചു തരുന്നേ പഠിച്ചു തരണല്ലോ. എന്തെങ്കിലും കൈവശം എന്തെങ്കിലും ഉണ്ടാ? എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു ഇത്. ഓ, ശരി. നൈസായിണ്ട്, ഒരു രക്ഷയില്ല. ഈ സാധനം ഉണ്ടായിട്ടാണ് ഒന്ന് കയ്യിലില്ലാന്ന് പറഞ്ഞേ. കുറച്ച് ടോപ്പിട്ടാ മതി. ആ പിടിച്ചേ ജിമ്മന്മാരാണോ മൊത്തോ? വേണ്ടാന്ന് വെച്ചിട്ടാ തോക്കും. ഓ, കണ്ട പോലെ തോന്നുന്നുണ്ട്. ഒരു ചാലഞ്ച് തന്നായിരുന്നു പണ്ട്. എന്ത് ചലഞ്ചായിരുന്നു? ഒരു ആക്ടർ പേര് പറഞ്ഞിട്ട് ആളാ 10 പടം പറയാൻ വേണ്ടിട്ട്. ഓ, അതന്നെ. സെറ്റ് ചെയ്ത് വെച്ചേക്കാണോ? ഞാൻ 5 ദിവസം ഒരു പേപ്പറിൽ എഴുതിച്ചിട്ടുണ്ട്. 5 ഇതുവരെയായിട്ട് ഒരാൾക്ക് ആൻസർ ചെയ്യാൻ പറ്റിട്ടില്ല. സംഭവം ഒരാള് ഒരു ക്വസ്റ്റ്യൻ മാത്രം പറയത്തുണ്ടായിരുന്നുള്ളൂ, ബാക്കിയെല്ലാം പറഞ്ഞ് ബാക്കിന് 100 രൂപ പോയില്ല. ഇല്ല ആണെങ്കിൽ അവള് ഇങ്ങനെ ഇട്ടിട്ട് പോവോ? ബ്രോ, സ്ട്രീം ചെയ്യാണല്ലേ? അതെ. ആ തോന്നി. ചാനൽ ചാനലില് തുടങ്ങിയിട്ടുള്ള വലിയ സബ്സ്ക്രൈബേഴ്സ് ഒന്നും ഇല്ല. ചാനൽ ജീവനം അങ്ങനെയൊക്കെ തുടങ്ങി വരുന്നത്. അതന്നെ. ബ്രോ യൂട്യൂബർ അല്ലേ? അതെ. ആണോ? ഹലോ, ഹലോ, ഒരു ചലഞ്ചിനുണ്ടോ? എന്താണ് ചാലഞ്ച്? 5 ചോദ്യം ചോദിക്കും, അതിന് ഉത്തരം പറഞ്ഞാൽ ഗൂഗിൾ പേ ചെയ്ത് തരും. ഈസി ഉള്ളത് ചോദിക്കണോ? ഈസികളല്ല, 5 എഴുതിയിട്ടുള്ള ഒരു പേപ്പറിൽ 5 എഴുതിട്ടുണ്ട്. 5 ഉത്തരം പറയണം. ഫണ്ണി ക്വസ്റ്റ്യൻസാ? ഏയ് സിമ്പിളാ. ഓക്കേ, accepted. ഓക്കെ. ഏറ്റവും കൂടുതൽ ആളുകൾ താമസിക്കുന്ന വനം? ഏറ്റവും കൂടുതൽ ആളുകൾ താമസിക്കുന്ന വനം എന്താ? എല്ലാ ചോദ്യത്തിന് ഉത്തരം പറയണോ കറക്റ്റ് ആയിട്ട്? ആ, എന്തുവാണോ അറിയത്തില്ല. വേറെ ചോദിക്കട്ടെ? ധാരാളം ആളുകൾ കൂടുന്ന ഒരു ഇംഗ്ലീഷ് അക്ഷരം ഏതാണ്? ക്യൂ. അതെ. അതെ. പെൺകുട്ടികൾ ചിരിക്കുമ്പോൾ വാ പൊത്തുന്നത് എന്തുകൊണ്ട്? കൈകൊണ്ട്. ഓ, അറിയാതെ ഇതൊക്കെ കേട്ടിട്ടുണ്ടാവും. താമസിക്കാൻ പറ്റാത്ത വീട്. ഓ, ഇത് ഞാൻ കേട്ടിട്ടുണ്ട്. ഓക്കെ. ജിയോമെട്രി ക്ലാസ്സിൽ കണക്ക് മാഷിനെ സഹായിക്കുന്ന 2 പെൺകുട്ടികളുടെ പേര്? എടാ ഇത് ഞാൻ കേട്ടിട്ടുണ്ട്. കേട്ടിട്ടു. ബിന്ദു ഒന്ന്. ആ, കേട്ടിട്ടുണ്ട്. അതിന് ഇംഗ്ലീഷ് ഒന്ന് പറയോ? ഇംഗ്ലീഷ് അല്ല, അത് മലയാളം തന്നെയാ. ആൻസറിന് ഇംഗ്ലീഷ് ലൈനാവും. ലൈന് വരല്ലേ? അതല്ല, വേറെന്താണ്. ഇല്ല, ലൈൻ തന്നെ ആയിരിക്കും തോന്നുന്നുണ്ട്. അതിന്റെ വേറെ മലയാളം അർത്ഥം. നോ ഐഡിയ. ഇവിടെ രേഖ. ആദ്യത്തെ ആൻസർ എന്താ? ആദ്യത്തിന്റെ ഭവനം.
ഇതൊക്കെ മലയാളം കഴിച്ചാൽ എനിക്ക് മലയാളം അറിയത്തില്ല. ശരി. കുട്ടിക്ക് മലയാളം അറിയില്ലാന്ന് തോന്നുന്നു. എന്റെ ഇംഗ്ലീഷ് കറക്റ്റ് അല്ലേ ജോസഫേ? കർണാടകരിയാ. അവിടെയാണോ? ഞാനൊരു കാര്യം ചെയ്യട്ടെ. പറയും. ഗൂഗിൾ പേ ഉണ്ടാ? പൈസ ഉണ്ടാ ചോദിക്കണേ? ഇല്ല. അത് ഫ്രീ ആണല്ലേ? 5 + 5 = 550. കറക്റ്റ് ആണോ? അല്ല. ആണ്. ഞാൻ ടൈപ്പ് ചെയ്തിട്ടുണ്ട്. അയ്യോ, ടൈപ്പ് ചെയ്തതിൽ കാണില്ല. എന്താ കാണുന്നുണ്ടോ? കണ്ടു. ജാങ്കോ, നീ അറിഞ്ഞ ഞാൻ പെട്ടു. 5 + 5 = 550. കറക്റ്റ് ആണോ? അല്ല. പക്ഷെ ഇതിൽ എവിടെയെങ്കിലും ഒരു അതെ, വര വരച്ചു കഴിഞ്ഞാൽ എനിക്കൊരു സപ്ലി ഉള്ളൂ എന്റെ ഡിഗ്രിയില്. അത് കണക്കാണ്. ഇത് കണക്ക് വെച്ചിട്ടുള്ള കളിയായിട്ട്. എനിക്കറിയില്ല എങ്ങനെയത്. എത്ര ഉത്തരം? 220. 200 അല്ല, 550. 550. ഓക്കെ. അതില് അപ്പൊ ഒരു 5 എവിടെ പോവും? എവിടേക്കെങ്കിലും പോയിരിക്കും. ഏതെങ്കിലും ഒരു വര വരച്ചു കഴിഞ്ഞാൽ 550. മനസ്സിലായി. 55 + 5 അങ്ങനല്ലേ? അല്ല, നീ എന്ത് തേങ്ങയാണ് പറയുന്നേ? അറിയില്ല. ഇത് 5. ആ പ്ലസിനെ 4 ആക്കിയാ പോരെ? അങ്ങനെ. പറക്കുന്ന എന്താന്ന്? വീണ. വെണ്ണ. ശരിയായിട്ട് പറക്കുന്ന വെണ്ണ. A few moments later. മണ്ണൊന്നല്ലേ? പെട്രോൾ 1,000 years later. എന്തുട്ടാ? ബട്ടർഫ്ലൈ. ബട്ടർ, വെണ്ണ. എന്റെ എലിയെ തിന്നണ രാജ്യം. 2,000 years later. ഞാൻ ചോദിക്കണത് ഒന്നും കിട്ടിയില്ലേ? കാണിഞ്ഞേ. എലിയെ തിന്നുന്ന രാജ്യം അല്ലേ? ഇറ്റലി അല്ലേ? അല്ലേ? നമ്മള് പണ്ട് കേട്ടുള്ള സാധന. പിന്നെ അതിന് വേണ്ടിട്ടാണല്ലോ ആലോചിച്ചു. ശരി. ഏറ്റവും കൂടുതൽ ആളുകൾ താമസിക്കുന്ന വനം പൂങ്കാവനം. നമ്മളെ മലയാളം മീഡിയം നമ്മള് കണക്കൊക്കെ പഠിക്കില്ലേ? അപ്പൊ കൊറേ ഇത് കേട്ടിണ്ടാവും. കാരണം മാഷത് 10 വട്ടം പറഞ്ഞ ഒരു വേർഡാണ് ഈ രണ്ട് പെൺകുട്ടികളുടെ. കണക്ക് പിരീഡ് ഞാൻ ക്ലാസ്സിൽ ഇരിക്കാറില്ലടാ. ഞാൻ പുറത്തിറങ്ങി പോവാ ചെയ്യാം. 5 ക്വസ്റ്റ്യൻ ഉള്ളൂ. 5 ക്വസ്റ്റ്യൻ ഉത്തരം പറയാൻ ഗൂഗിൾ പേ ചെയ്ത് തരും. 100 രൂപ. ഓക്കെ. ഏറ്റവും കൂടുതൽ ആളുകൾ താമസിക്കുന്ന വനം. വീഡിയോ കണ്ടപ്പോ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലായിട്ടുണ്ടാവും. ഈ പൈസ എവിടേക്കും പോണില്ല. ഈ 100 രൂപ നമ്മുടെ പോക്കറ്റിൽ തന്നെ ഇരിക്കും.